ഒരു പിളർപ്പ് കൂടി നമ്മൾ കാണണം. കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ പിളർപ്പ്. കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ ലയനം നടക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് സംശയമാണ് പലപ്പോഴും. മാണിയും ജോസഫും ആ ഗ്രൂപ്പുകളുടെ ലയനത്തിന് ഒരു സാധ്യതയുമില്ല എന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ മോൻസ് ജോസഫ് തന്നെ വ്യക്തമാക്കുന്നു. കെ മാണിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി കേരള കോൺഗ്രസ് എം ഉപയോഗിക്കുന്നു എന്ന് വരെ മോൻസ് ജോസഫിൻ്റെ ആരോപണമടക്കം വന്നപ്പോൾ പിന്നെ എന്ത് ലയനം? വഖഫ് വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസിന് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ് എന്ന് മോൻസ് ജോസഫിൻ്റെ കേരള കോൺഗ്രസ് പറയുന്നു. വഖഫിൻ്റെ പരിധിയിൽ മുനമ്പത്തിൻ്റെ ഭൂമി അത് വരുന്നില്ല എന്നും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എന്നുമൊക്കെ ജോസഫ് ഗ്രൂപ്പുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻപ് പലപ്പോഴും ഈ പറയുന്ന മാണിയുടെയും ജോസഫ് ഗ്രൂപ്പിൻ്റെയും ലയനത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ വർഷങ്ങൾക്ക് മുൻപേ നടന്നതാണ്. ആ ലയനങ്ങളൊന്നും പലപ്പോഴും നടന്നിട്ടില്ല. നടന്ന ലയനങ്ങളൊക്കെ പൊളിയുകയും ചെയ്തിട്ടുണ്ട്. വളരുകയും പിളരുകയും പിന്നെ തളരുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ല. ഒരു പ്രാദേശിക പാർട്ടിയെ ഇത്രത്തോളം അടുപ്പിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ LDFിലാണെങ്കിലും UDFിലാണെങ്കിലും എന്നും ഭരണത്തളനിൽ തന്നെയായിരുന്നു ഈ പാർട്ടികൾ, ഏതെങ്കിലും ഒരു പാർട്ടി. കേരള കോൺഗ്രസ് അങ്ങനെ വളരുകയും പിളരുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും, അതായത് ജോസ് കെ മാണി വിഭാഗവും, ഒപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പും PJ ജോസഫിൻ്റെ വിഭാഗവും തമ്മിൽ ഒരു ലയനം സാധ്യമാകുമോ എന്ന് പലവട്ടം പലരും ചിന്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ഭരണത്തണലിലിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ PJ ജോസഫ് പലവട്ടം ചിന്തിച്ചതാണ് മാണി ഗ്രൂപ്പിനോടൊപ്പം ചേർന്നാലോ എന്ന്. പക്ഷെ അതും സാധ്യമായില്ല. ഇപ്പോൾ ആ മുന്നണിക്കുള്ളിൽ തന്നെ ചില പടലപ്പിണക്കങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ജോസ് കെ മാണിയുടെ ആ വാക്കുകൾ ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ വാതിലുകൾ എന്നും തുറന്നു കിടക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത ജോസ് കെ മാണി നേരത്തെ ഒരു പ്രതികരണത്തിലൂടെ പറഞ്ഞിരുന്നു. അത് ആർക്കും കടന്നു വരാൻ സാധിക്കുന്ന വാതിലുകളാണ് എന്ന് കേരള കോൺഗ്രസ് ആ പറഞ്ഞതിനർത്ഥം എല്ലാവരെയും സ്വീകരിക്കുന്നു എന്നാണ്. അതായത് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുൻ നേതാവ്, മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന കെ മാണി. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ മുഖം, ഒരു കാലത്ത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അവസാന വാക്ക്, രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ ചുക്കാൻ പിടിച്ച നേതാവ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വിശേഷണങ്ങൾ ഏറെയാണ്. പാലായെ ചുറ്റിപ്പറ്റിയായിരുന്നു കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം. പാലാക്കാരുടെ മാണിയെന്നും മാണി സാറിൻ്റെ പാലായെന്നുമൊക്കെ ആ ബന്ധത്തെ ലോകം അറിയുകയും ചെയ്തിരുന്നു. 1965 മുതൽ പാലാക്കാർ നെഞ്ചിലേറ്റി തുടർച്ചയായി 13 തവണ നിയമസഭയിലെത്തിച്ചു. അതുമാത്രമായിരുന്നില്ല, ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നതടക്കമുള്ള റെക്കോർഡുകളടക്കം കെ എം മാണിയുടെ പേരിലാണ്. അങ്ങനെ കെ എം മാണി എന്ന നേതാവിൻ്റെ ശൂന്യത അത് പാലായിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും തീരാനഷ്ടമായി തന്നെ തുടരുകയാണ്. അങ്ങനെ ഈ കേരള കോൺഗ്രസിൻ്റെ പിറവിയെടുക്കുന്ന സമയം ആ പാതയിലൊന്നുമായിരുന്നില്ല കെ എം മാണി എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നാൽ പിന്നീട് ആ കോൺഗ്രസുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കേരള കോൺഗ്രസിൻ്റെ വളർച്ചയിലും തളർച്ചയിലുമൊക്കെ ഒരു വശത്ത് കെ എം മാണി എന്ന അതികായനുണ്ടായിരുന്നു. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷം ക്രൂശിച്ചപ്പോഴും പാലാക്കാർ കൈവിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ കെ എം മാണിയുടെ കാലശേഷം കേരള കോൺഗ്രസിനെ പാലാക്കാർ കൈവിടുക തന്നെ ചെയ്തു. കെ എം മാണിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലായിൽ വിജയിക്കാൻ കേരള കോൺഗ്രസിന് സാധിച്ചതുമില്ല. അതിനുശേഷം നടന്നതൊക്കെ ചരിത്രമായി ഈ കേരളത്തിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരുകയും പിന്നെ പിളരുകയും വീണ്ടും പിളരുകയും ചെയ്ത ഒരേ ഒരു പാർട്ടി, പലതായി വേർപിരിഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ബാക്കി നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം. ഇനി നടക്കാൻ പോകുന്നത് മറ്റൊരു പിളർപ്പിൻ്റെ ജനനമാണ്. അതായത് ഈ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും വ്യത്യസ്ത മുന്നണികൾ നിൽക്കുമ്പോഴും പലവട്ടം മറുകണ്ഠം ചാടിയിട്ടുണ്ടവർ. അപ്പോഴൊക്കെ പാർട്ടി പിളർന്നിട്ടുമുണ്ട്. കെ മാണി എന്ന വൻമരം വീണതോടുകൂടി മാണി ഗ്രൂപ്പ് അക്ഷരാർത്ഥത്തിൽ നാഥനില്ല കളരിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ജോസ് കെ മാണിയെ അംഗീകരിക്കാത്തവരും ഇടതിൻ്റെ കൂടെ സഹകരിക്കാൻ താല്പര്യമില്ലാത്തവരും കളം മാറി കളിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ആ ഗ്രൂപ്പിൽ എന്നുള്ള കാര്യം സത്യമാണ്. മാണി ഗ്രൂപ്പിലെ ഒരു മന്ത്രിയും മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള ജയരാജൻ സാറുമൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ ചിലപ്പോൾ മറുകണ്ഠം ചാടാൻ തയ്യാറാണ് താനും. ഇനി ഇതേ അവസ്ഥയാണ് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിലുള്ളതും. ആ കോൺഗ്രസിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്.
തൻ്റെ കാലശേഷം മകൻ അപ്പു ജോസഫിനെ പാർട്ടിയുടെ അമരക്കാരനാക്കാൻ PJ ജോസഫ് കരുനീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൊടുപുഴയിലും അനുബന്ധ പ്രദേശങ്ങളിലും വൻ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് അണികളിൽ ഭൂരിഭാഗത്തിലും ഉണ്ടായത് എന്നുള്ളതാണ്. അവിടെ മറ്റൊരു ഗ്രൂപ്പ് സമവാക്യം ഉടലെടുക്കുകയാണ്. മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും പിന്നെ അസംതൃപ്തരായ അണികളും ചേർന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ കേരള കോൺഗ്രസ്. ഇവിടേക്ക് മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനും ജയരാജൻ സാറും പിന്നെ കുറേ അണികളും കൂടി പിളരാൻ പോകുന്ന ഈ ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫിൻ്റെയും ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിൻ്റെയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു വിശാല കേരള കോൺഗ്രസ് രൂപീകരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF മധ്യ കേരളത്തിലെ അവരുടെ ഇപ്പോഴത്തെ ഒരു ബലക്ഷയമുണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ അത് സഹായിച്ചേക്കും. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമോ ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ LDFനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിൽ അസംതൃപ്തരായവരുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ UDFൻ്റെ ഭാഗമായിട്ടുള്ള PJ ജോസഫിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്നവരിൽ അപ്പു ജോസഫിനെ അംഗീകരിക്കാത്തവർ നിരവധിയാണ്. PJ ജോസഫിനെ അംഗീകരിക്കും, പക്ഷേ അപ്പു ജോസഫ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകനെ അംഗീകരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ PJ ജോസഫ് കടുംപിടുത്തം പിടിച്ചാൽ മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ ആ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു പിളർപ്പാകും. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിൽ ഒരു പിളർപ്പ് അനിവാര്യതയായി മാറും. അതേപോലെ തന്നെയായിരിക്കും ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ മാണി ഗ്രൂപ്പിലും സംഭവിക്കാൻ പോകുന്നത്. LDFനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്തവർ, അസംതൃപ്തരായിട്ടുള്ള അണികൾ, മാത്രമല്ല ജോസ് കെ മാണിയെ അംഗീകരിക്കാൻ കഴിയാത്തവർ, അവർ കൂടി അവിടെ നിന്നും പാലം വലിച്ചാൽ ജോസ് കെ മാണി വിഭാഗവും പിളരും. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ പിളർന്ന് ഈ റോഷി അഗസ്റ്റിൻ വിഭാഗവും ഒപ്പം തന്നെ മോൻസ് ജോസ് വിഭാഗവും ചേർന്ന് ഒരു വിശാല കേരള കോൺഗ്രസിന് രൂപം നൽകിയാൽ പിന്നെ PJ ജോസഫിനോ ജോസ് കെ മാണിക്കോ ഇവരെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം കൂടി വന്നാൽ കേരളം ചിലപ്പോൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അത് മധ്യ കേരളമായിരിക്കും. മധ്യ കേരളത്തിൽ ഇപ്പോൾ UDF അനുഭവിക്കുന്ന ഒരു ബലക്ഷയമുണ്ട്, ഒരു ശക്തിക്കുറവുണ്ട്. ആ ശക്തിക്കുറവിന് പകരം നൽകാൻ ചിലപ്പോൾ മോൻസ് ജോസഫ് വിഭാഗം UDFനോടൊപ്പം നിൽക്കുകയും ആ UDFനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ വലിയ ശക്തി കേന്ദ്രീകരിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടുകൂടി അവരുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത UDFൻ്റെ ഭരണത്തിലേക്കുള്ള മടങ്ങിവരവിന് കൂടി കാരണമായേക്കാം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പിളർപ്പിന് കൂടി ചിലപ്പോൾ കേരള കോൺഗ്രസ് വേദിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിവാര്യതയാണ് പിളർപ്പ് എങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.